കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എറണാകുളത്തെ കമ്പനിയുടെ BOP ആയിരുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയി, ഒരു ക്രൗഡ്ഫുൾ മീറ്റിംഗ് ആയി അത് മാറി. നമ്മുടെ റഷി സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തു. ഒരു ചെറിയ മഴയാണ്, എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുനിൽകുമാർ എന്നാണ്. എറണാകുളത്താണ് വീട്. ഒരു സർക്കാർ ജോലിക്കാരനായി ജോലി ചെയ്യുന്നു. ഈ അവസരത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 1 വർഷക്കാലം പിന്നിട്ടു. ഈ അവസരം പ്രദാനം ചെയ്ത ജഗദീശ്വരോട് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. പേര് നേരത്തെ സൂചിപ്പിച്ചു. ഗുഡ് ഈവനിങ്. പേര് നേരത്തെ സൂചിപ്പിച്ചു, സുനിൽകുമാർ. എറണാകുളം സ്വദേശിയാണ്. ഈ അവസരത്തിലേക്ക് കടന്നു വന്നത് 1 വർഷക്കാലമായി. എന്റെ സഹോദരൻ നിങ്ങൾക്ക് ഏവർക്കും ഏകദേശം അറിയാവുന്ന സുധി നെട്ടൂർ എന്ന പാണ്ഡവാസ് കൊച്ചിയുടെ നെടുനായകൻ, നാടൻപാട്ട് കലാകാരനാണ്. താരകപ്പെണ്ണാളെ എന്ന ഗാനത്തിലൂടെ കേരളത്തിൽ നാടൻപാട്ട് മേഖലയിൽ ശ്രദ്ധയാർന്ന വ്യക്തിത്വമായി വളർന്നു വരുന്ന ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹമാണ് എന്നെ ഈ അവസരം പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചുണ്ടായ അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം കാണുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ അവസരം വായ്മൊഴിയാൽ അദ്ദേഹം ഇടക്ക് പറയുമെങ്കിലും ഒരു വർഷക്കാലത്തിനധികം ശേഷം ആണ് ഞാൻ പറഞ്ഞിട്ടെങ്കിലും 1 വർഷത്തിലധികമായി പിന്നീട് ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഒരു ലീഡറുമായിട്ട് വന്ന എന്നെ പ്രോപ്പറായി എന്റെ വീട്ടിൽ വന്ന് പ്രോഗ്രാം പറഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായി, ഉൾക്കൊണ്ടു. അങ്ങനെ ഞാനും ബയോട്ടോറിയം പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് കുറച്ചധികം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള വരുമാനം വാങ്ങി ബിസിനസ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ ഏറെ സന്തോഷവാനും മറ്റൊന്നിനുമല്ല. ബിസിനസ് ചെയ്തു വരുമാനം കിട്ടി എന്നതിലുപരി പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായ റിസൾട്ട് എന്നെ ഒരു അത്ഭുത പരതന്ത്രനാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് എനിക്ക് ഓൾറെഡി ഷുഗർ 265 മേലുണ്ടായിരുന്നു. ജന്മന ആസ്മാരോഗിയായിരുന്നു. കൂടാതെ എനിക്ക് എന്താ പറയാ, വെരിക്കോസ് വെയിന്റെ കംപ്ലൈന്റ്, വെരിക്കോസ് അൾസർ ആയിരുന്നു. കാല് പൊട്ടിക്കഴിഞ്ഞാൽ 2 വർഷത്തിൽ മേലെ പൊറുക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മാഗ്നറ്റൈസർ വാട്ടർ 3 ലിറ്റർ കൃത്യമായി കുടിക്കും. കൃത്യമായിട്ട് റിസ്റ്റ് ബാൻഡ് എപ്പോഴും 24 hours റിസ്റ്റ് ബാൻഡ് ഇപ്പോൾ ഞാൻ കിട്ടുന്നുണ്ട്. മുമ്പ് പകല് മാത്രം കിട്ടുള്ളായിരുന്നു. 1 മാസത്തെ ഉപയോഗം കൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണവും കൂടി നിയന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ 1 മാസം കൊണ്ട് ഷുഗർ നോർമലായി എന്ന് മാത്രമല്ല, എന്റെ വെരിക്കോസ് വെയിന്റെ കാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ടാൽ പൊട്ടുന്ന ഒരു പരുവത്തിലാണ് കണ്ണക്കാൽ എപ്പോഴും ഇരിക്കുകയുള്ളൂ. കണ്ണക്കാൽ എന്ന് പറയും നമ്മുടെ എറണാകുളം ഭാഷയിൽ പറഞ്ഞാലേ. എന്തായാലും പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വളരെയധികം റിസൾട്ട് ഉണ്ടായി. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊഡക്റ്റിന്റെ പ്രത്യേകത സംബന്ധിച്ച്. എന്തായാലും ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ എറണാകുളം BOP അടിപൊളിയായിട്ട് നടന്നു, ക്രൗഡ്ഫുൾ ആയിരുന്നു. എന്തായാലും സൂമിലുള്ളൊരു BOP പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സമയം വൈകുന്നില്ല. എന്തായാലും ഇന്നിപ്പോ ബയോട്ടോറിയത്തിൽ കേരളത്തിൽ ഏറ്റവും ഭംഗിയായി BOP, ഓൺലൈൻ BOP ആയാലും ഫിസിക്കൽ BOP ആയാലും ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന വൈപ്പിൻ സ്വദേശിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ലീഡർ, ഒരുപാട് വർഷത്തെ നെറ്റ്വർക്ക് രംഗത്തും വെൽനസ് രംഗത്തുമുള്ള തന്റെ എക്സ്പീരിയൻസ് നമ്മൾക്ക് ആകെ പറഞ്ഞു തരാൻ വേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രിയങ്കരനായ ലീഡർ മിസ്റ്റർ ജോയ് പീറ്റർ സാറിനെ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ആദരവോട് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു സുനിൽ സാർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് ജോയ് പീറ്റർ എന്നാണ്. 1 മിനിറ്റ് ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. അപ്പൊ എല്ലാവർക്കും സൂം BOPയിലേക്ക് വെൽക്കം. നമ്മുടെ കമ്പനി പ്രൊഫൈല്, പ്രോഡക്റ്റ്, പ്ലാൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സൂമിൽ സംസാരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കമ്പനിയുടെ, ഈ ബയോട്ടോറിയം കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ ഡോക്ടർ സാഗർ ജോഷി സാറാണ്. അദ്ദേഹം ബയോമാഗ്നറ്റിസം ആൻഡ് നാനോ ടെക്നോളജിയിലാണ് അദ്ദേഹം PhD എടുത്തിട്ടുള്ളത്. ബേസിക്കലി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കഴിഞ്ഞ 26 വർഷമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിയോഡൈമി മാഗ്നറ്റിനെ കുറിച്ചുള്ള അറിവാണ് അദ്ദേഹം 2008
8 മുതൽ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്. 2020 ഒക്ടോബർ 9 അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഓഫീസുകളാണ്. ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ 2020 നെറ്റ്വർക്കായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നൽകിയിരിക്കുന്ന പേര്. നമ്മൾ ആദ്യം കാണുന്ന ഫോട്ടോയിൽ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. രണ്ടാമത് കാണുന്നത് ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ദാദറിലുള്ള ഒരു ഓഫീസാണ്. മൂന്നാമത് കാണുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. അത് ഡൽഹിയിലാണ് ആ കോർപ്പറേറ്റ് ഓഫീസ്. നമുക്കറിയാം ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴിലാണ് ഇത് വരുന്നത്. അവർ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്ന ഒരു കമ്പനിക്ക് മാത്രമായിരിക്കും നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ബയോട്ടോറിയത്തെ സംബന്ധിച്ച് നമ്മുടെ ലീഗൽ സർട്ടിഫിക്കേഷൻ ആണ് ഈ കാണിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ലീഗൽ സർട്ടിഫിക്കേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇന്ത്യയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 100-ൽ കൂടുതൽ റെക്കഗ്നേഷൻസ് ബൈ ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലെ ഒരു അവാർഡാണ് ആയുഷ് കൊറോണ യോധ അവാർഡ്. അത് ആയുഷ് മന്ത്രാലയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മറ്റു 2 അവാർഡുകളും MSME എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിങ് ആണ്. ബെസ്റ്റ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനാണ് അവർ ആ അവാർഡ് നമുക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ടും നമുക്ക് ആ അവാർഡ് അവർ തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ട്. മറ്റൊരു റെക്കഗ്നേഷനാണ് കഴിഞ്ഞ ഈ വർഷം നമുക്ക് കിട്ടിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2023 ഡിസംബർ മാസം നമ്മൾക്ക് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ഇയർ എന്ന് പറയുന്ന ഒരു അവാർഡ് മഹാരാഷ്ട്ര ഗവൺമെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. രമേശ് ബൈസ് എന്ന് പറയുന്ന ഗവർണറാണ് നമ്മൾക്ക് ഈ അവാർഡ് നൽകിയിട്ടുള്ളത്. ഇത് കമ്പനിയുടെ ടവറിംഗ് അച്ചീവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ ആണ്. നമ്മുടെ കമ്പനി ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. 9001 2015 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഓൺ ഹെഡ് ഓഫീസാണ് നമുക്ക് മൊബൈലുള്ളത്. ഏതാണ്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസാണ് നമുക്കുള്ളത്. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് തന്നെയാണത്. അത് നമ്മുടെ സ്വന്തം ഓഫീസാണ്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്. ദാദർ ഓഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടിയാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 150ഓളം രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ബിസിനസ് കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം അതിനുള്ള സ്കോപ്പ് നമ്മുടെ പ്രൊഡക്റ്റിനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കയിൽ ചെയ്യാനുള്ള എല്ലാ സർട്ടിഫിക്കേഷനും കമ്പനി റെഡിയാക്കി വെച്ചേക്കണേണ്. ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി ഈ 3 ഓഫീസ് കൂടാതെ 4ാമത്തെ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് എന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് കേരളത്തിനാണ്. വിതിൻ ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മളുടെ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കും. അത് എറണാകുളത്താണ്, കലൂരാണ് നമ്മളുടെ ബ്രാഞ്ച് ഓഫീസ് വരാൻ പോകുന്നത്. വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. പിന്നെ ഇത് ഹോൺ സോഫ്റ്റ്വെയറിലാണ് നമ്മളുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. കാരണം 26 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാഗർ സാറിന് ഈ രംഗത്തുള്ളത്. നമുക്ക് പുറത്തുനിന്ന് സോഫ്റ്റ്വെയർ കടം മേടിക്കേണ്ടി വന്നില്ല. നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല നമ്മൾക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ബയോമാഗ്നറ്റിക്സ് പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആയുഷ് കൊറോണ യോധ അവാർഡ് നമുക്ക് 2021 ലഭിച്ചു. ആ അവാർഡ് ലഭിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2020 നമുക്കറിയാം കൊറോണയുടെ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ആയിരക്കണക്കിന് രോഗികളിൽ നമ്മൾക്ക് നമ്മുടെ മാട്രസ് പരീക്ഷിക്കാനും അവരുടെ ഓക്സിജൻ ലെവൽ താഴെ പോകാതെ ഇരുന്നതും അവര് മരണത്തിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിച്ചതുമാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിക്കാനുണ്ടായ ഒരു കാര്യം. അപ്പൊ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോണത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്. മറ്റൊരു അവാർഡ് നമുക്ക് കിട്ടിയത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MSME എന്ന് പറയുന്ന അവരുടെ അവാർഡ് നമുക്ക് 2021 തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞാണ് മഹാരാഷ്ട്ര ഗവൺമെന്റ് 2023 നമുക്ക് തന്നാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമുക്ക് 2025 കിട്ടി. ഇതുപോലെ
നൂറുകണക്കിന് അവാർഡുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ അവാർഡിനെ കുറിച്ച് ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് വളരെ എടുത്തു പറയാവുന്ന കുറച്ച് അവാർഡുകളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും നമ്മുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാഗർ സാറ് സിംഗിൾ ഓണർ ആണെന്നുള്ളതാണ്. നമുക്കറിയാം പല കമ്പനികളും പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പാർട്ട്ണർഷിപ്പിന്റെ ഒരു പ്രശ്നമാണ്. ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നമ്മളുടെ ബിസിനസ് പൊളിഞ്ഞു പോകാനുണ്ടായ കാരണം. ഈ ബിസിനസ് പൊളിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഭാവിയാണ് തകർത്ത് കളയുന്നത്. ഇവിടെ അത്തരത്തിലുള്ള പേടിയൊന്നും നമ്മൾക്ക് വേണ്ട. കാരണം അദ്ദേഹം സിംഗിൾ ഓണർ ആണ്, വളരെ വിഷനുള്ള ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിഷൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനാകണം എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം 24 മണിക്കൂറും ഈ ബയോട്ടോറിയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ 24/7 ഒരു MD നമുക്ക് ലഭ്യമായ ഒരു MD ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത്. അത് ഈ ബയോട്ടോറിയത്തിൽ സാഗർ ജോഷി മാത്രം. കാരണം അദ്ദേഹത്തിന് അത്രയും വലിയ ലക്ഷ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നിയോഡൈമിയം മാഗ്നറ്റ് ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. കാരണം നിയോഡൈമിയം മാഗ്നറ്റ് ഡിസ്കവർ ചെയ്യുന്നത് 1885 ഒരു ഓസ്ട്രിയൻ കെമിസ്റ്റ് ആണ്. ഇത് വെൽബാഷ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ കെമിസ്റ്റ് ആണ് 1885 ഇത് കണ്ടെത്തുന്നത്. ഇത് നാസ പല കാര്യങ്ങൾക്കും വേണ്ടി വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് നിയോഡൈമിയം മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഫൈൻഡിങ് ദ മസ്കുലർ ടോൺ ഓഫ് ആസ്ട്രോനോട്ട് ഡ്യൂറിങ് സ്പേസ് ഫ്ലൈറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാല് ഈ ശൂന്യാകാശത്ത് പോകുന്ന ആൾക്കാരുടെ മസിൽസ് ടോൺ ചെയ്യാനായിട്ട് ഈ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയേഷൻ ഷീൽഡിങ്ങിന് വേണ്ടിയും ഈ മാഗ്നറ്റ് നാസ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മൾ ധരിക്കുക അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ റേഡിയേഷനെ നമുക്ക് ചേർക്കാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നാസ റേഡിയേഷൻ ഷീൽഡിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് ഓക്സിജൻ എക്സ്ട്രാക്ഷന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാല് എഫിഷ്യൻസി ഓഫ് ഓക്സിജൻ യൂട്ടിലൈസേഷൻ ബൈ ബോഡി ആൻഡ് സെൽസ് ആൻഡ് ടിഷ്യൂ. അപ്പൊ ബോഡിയിലുള്ള സെൽസിന് ഈ പറയുന്ന ഓക്സിജനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ശൂന്യാകാശത്ത് പോകുന്ന ആൾക്കാരുടെ ഹെൽമെറ്റിലാണെങ്കിലും ഗ്ലൗസിലാണെങ്കിലും ഷൂവിലാണെങ്കിലും അവരുടെ സൂട്ടിലാണെങ്കിലും ഈ പറയുന്ന നിയോഡൈമിയം മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി അതുകൂടാണ്ട് MRI സ്കാനിലും നമ്മൾ ഈ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അത് മെയിൻ ആയിട്ട് അത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇമേജിങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ നിയോഡൈമിയം മാഗ്നറ്റ്സ് അവർ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയുള്ള ഫ്യൂച്ചർ ആപ്ലിക്കേഷന് വേണ്ടി സ്പേസ് ആപ്ലിക്കേഷന് വേണ്ടി നാസ യൂസ് ചെയ്യാൻ പോകുന്നത് നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യത്തെ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഓസ്ട്രിയൻ കെമിസ്റ്റ് 1885 ഇദ്ദേഹമാണ് നിയോഡൈമിയം മാഗ്നറ്റ് കണ്ടെത്തിയതായിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ പറയുന്ന ശൂന്യാകാശത്ത് പോകുന്ന വ്യക്തികളുടെ സൂട്ട് ഹെൽമെറ്റ് ഇതുപോലുള്ള എല്ലാ ഇതിലും ഈ പറയുന്ന നിയോഡൈമിയം മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് MRI സ്കാൻ ആണ്, നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്തും ഈ പറയുന്ന നിയോഡൈമിയം മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ദ ഫസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ആദ്യത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തന്നെ നമ്മൾ നേടിയിട്ടും ഒരു കാര്യവുമില്ല. കോടിക്കണക്കിന് രൂപയുണ്ട്, കിടന്ന കിടപ്പാണെങ്കിൽ ആ പൈസ കൊണ്ട് നമ്മൾക്ക് ജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ആ ആരോഗ്യമാണ് ഇവിടെ ഈ ബയോട്ടോറിയം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇനി ഇദ്ദേഹം എന്താണ് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞേക്കണേ നോക്കിയാൽ, ഹെൽത്ത് ഈസ് ലൈക്ക് മണി, വി നെവർ ഹാവ് ട്രൂ ഐഡിയ ഓഫ് ഇറ്റ്സ് വാല്യൂ അൺടിൽ വി ലൂസ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയോ 1000 രൂപയോ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ മൂല്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നടന്നുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആ ആരോഗ്യത്തെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ ഇവിടെ തീർച്ചയായിട്ടും നിയോഡൈമിയൻ മാഗ്നറ്റോ തെറാപ്പി മിറാക്കുലസ് ഹീലിംഗ് ആണ്. ഈ കാണുന്നതാണ് നിയോഡൈമിയം മാഗ്നറ്റ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്നത് ഏതാണ്ട് 600-700 അടി ഭൂമിയിലേക്ക് നമ്മൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റ്സ് കണ്ടെത്തുന്നത്. ഈ മാഗ്നറ്റ്സ് ഇതേ രൂപത്തിലല്ല നമുക്ക് ലഭിക്കുന്നത്, അത് പൗഡർ ഫോമിലും അതുപോലെ തന്നെ ഗ്രാനുൾസ് ഫോമിലൊക്കെയാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇത് ഈ പറയുന്ന കോബാൾട്ടും നിക്കലും കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊരു ബട്ടൺസ് രൂപത്തിലാക്കി മാറ്റി എടുത്തിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്.
ഇനി ഈ പറയുന്നതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ബേസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ബയോട്ടോറിയം നിയോഡൈമിയം മാഗ്നറ്റ് പ്രൊഡക്ട്സ് ആണ്. ആദ്യം കാണുന്നത് ഡബിൾ കോട്ട് മാട്രസ് ആണ്. അതിൽ 2 പില്ലോ പാഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതാണ്ട് ഒരു 5 അടി വീതിയും 6 അടി നീളമുള്ള ഒരു ഫാമിലി കോട്ടാണിത്. അടുത്തത് ഒരു സിംഗിൾ മാട്രസ് ആണ്. അതിലും ഒരു പില്ലോ പാഡ് നമുക്ക് ഉണ്ടാവും. 3 അടി വീതിയും 6 അടി നീളമാണ് ആ പ്രൊഡക്റ്റിന്റെ ഇത് വരുന്നത്. മൂന്നാമത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡാണ്. നമ്മുടെ വെള്ളത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എനർജി പാഡാണ്, മാഗ്നറ്റിക് എനർജി പാഡാണ്. നാലാമതായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലെതർ റിസ്റ്റ് ബാൻഡ് ആണ്. അത് റിസ്റ്റ് ബാൻഡ് ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. എവിടെയെല്ലാം പെയിൻ ഉണ്ട്, ഒരു നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോ തലവേദന ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ കെട്ടിവെക്കാം, അതുപോലെ കാലുവേദന ഉണ്ടെങ്കിൽ കാലേ കെട്ടിവെക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സാധനം ഒരു പെയിൻ കില്ലർ ആയിട്ട്, നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ട് വിതൗട്ട് എനി സൈഡ് എഫക്ട്സ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത് കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് വന്നിട്ട് സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് ആണ്. അത് നമ്മുടെ റിസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ്. ഇവിടെ 99% രോഗത്തിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പുവർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പുവർ ഓക്സിജൻ ലെവലാണെന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് നമുക്ക് 5 എലിമെന്റ്സിന്റെ ആവശ്യമുണ്ട്. ആ 5 കാര്യങ്ങളാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ശുദ്ധമായ വായു നമുക്ക് വേണം. അതിലൂടെ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ നമുക്ക് കിട്ടണം. പലപ്പോഴും നമ്മൾ ശ്വസിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾക്ക് അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇന്ന് നമുക്കറിയാം എയർ എന്ന് പറയുന്നത് വളരെയേറെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത്രയധികം വാഹനങ്ങളൊക്കെ ഇവിടെ ഓടുന്നത് കൊണ്ട് തന്നെ എയർ പൊല്യൂട്ടഡ് ആണ്. ശുദ്ധമായ വായു നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ നമ്മൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. ഇത് ഒരു നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് വെള്ളമാണ്. ഇന്ന് വെള്ളത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് ആറിയതിനു ശേഷമാണ് ആ വെള്ളം കുടിക്കുന്നത്. വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ചത്തതിന് തുല്യമാണ്. അതിലൊരിക്കലും ജീവൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ടി വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വൈറസ് ബാക്ടീരിയയുടെ അറ്റാക്ക് മൂലമാണ്. ഇത് ഉണ്ടാകാൻ കാരണം വെള്ളത്തിലുള്ള മിനറൽസിന്റെ അംശം കുറഞ്ഞതുകൊണ്ടാണ് അതിനകത്ത് ബാക്ടീരിയയും വൈറസും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. തിളപ്പിക്കുമ്പോൾ അതിനകത്തുള്ള മിനറൽസും കൂടി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ നമുക്ക് കിട്ടേണ്ട മിനറൽസിന്റെ അംശം കുറയുകയാണ്. ഇതും നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾക്ക് വേണ്ടത് ഭക്ഷണമാണ്. ഇന്ന് വിശന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക, ആ വിശപ്പിനെ മാറ്റുക എന്നുള്ള ഒരു സിദ്ധാന്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറിച്ച് നമ്മളുടെ ശരീരം ആവശ്യപ്പെടുന്നത് പോഷക ആഹാരമാണ്. ഇന്ന് മതിയായ പോഷക ആഹാരം നമുക്ക് ലഭിക്കാത്തതാണ് നമ്മുടെ ബോഡി ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റാത്തതും അതേപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വെള്ളത്തിന് നമുക്ക് മിനറൽസ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഴങ്ങൾ, പച്ചക്കറി പോലുള്ള ആൽക്കലി ഫുഡ് നമ്മൾ കഴിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ മിക്കവാറും കഴിക്കുന്നത് ജങ്ക് ഫുഡുകളാണ്. നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് തന്നെ ടോട്ടലി ചേഞ്ച് ആയി പോയി എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് വേണ്ടത് സൂര്യപ്രകാശമാണ്. പലപ്പോഴും ഇത് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് പരിശോധിക്കേണ്ടത്. സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ വൈറ്റമിൻ ഡി ജസ്റ്റ് കാൽസ്യം എല്ലിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വൈറ്റമിൻ ഡിയുടെ ആവശ്യം വരുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വൈറ്റമിൻ ഡി ഒരു വലിയ ഒരു റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ആ സോഴ്സ് നമുക്ക് ആവശ്യത്തിന് കിട്ടണം. ഇത് നാലും നമുക്ക് അല്പം പൂർണ്ണമായിട്ടല്ലെങ്കിലും പല രീതിയിൽ നമുക്ക് ഈ 4 സോഴ്സും കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ സോഴ്സ് ആയിട്ടുള്ള എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പുവർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പുവർ ഓക്സിജൻ ലെവലിന് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഇന്ന് മണ്ണായിട്ട് യാതൊരു ബന്ധവും നമ്മൾക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെരുപ്പിട്ടാണ് നടക്കുന്നത്, മണ്ണിൽ ചവിട്ടിയിട്ട് വർഷങ്ങളായി, മണ്ണായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പുറത്തും അകത്തും നമ്മൾ ഈ പറയുന്ന ചെരുപ്പിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് നമ്മൾക്ക് ഈ പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ വൈ ഈസ് അവർ ബ്ലഡ് നോട്ട് സർക്കുലേറ്റിംഗ് പ്രോപ്പർലി? കാരണം ഇതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് മാഗ്നറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല.
അത് ആവശ്യത്തിന് നമ്മൾക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമുക്ക് കറക്റ്റ് ആയിട്ട് നിർത്താൻ സാധിക്കും. അപ്പൊ റോൾ ഓഫ് മാഗ്നറ്റിക് എനർജി ഇൻ അവർ ബോഡി, ഈ റോൾ ഓഫ് മാഗ്നറ്റിക് എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കൾ മിക്കവാറും സാക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ വലിയൊരു റേഡിയേഷന്റെ വലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 24 hours നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഇതിന്റെ റേഡിയേഷൻ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്, വൈഫൈയുടെ റേഡിയേഷൻ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്, ഫാനിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പോസിറ്റീവ് അയോൺസ് നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ സഹായിക്കുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളെ, നമ്മുടെ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളെ ഒട്ടിപ്പിടിച്ച് ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവര് ഒട്ടിപ്പിടിച്ച് ഇരിക്കാനുള്ള ഒരു പ്രവണത കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവര് ചെയ്യേണ്ട ധർമ്മം, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇവർക്ക് കുറയും, നമ്മുടെ ശരീരത്തിൽ കുറയും എന്നുള്ളതാണ്. ഈ മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾക്ക് ഇത് കടത്തിവിടാൻ സാധിച്ചാൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റിയെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ഈ റെഡ് ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനും ഇൻഡിവിജ്വൽ ആയിട്ട് നിർത്താനും ഒരു ഒപ്റ്റിമം ലെവലിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത്. അങ്ങനെ വരുമ്പോ ഈ ചുവന്ന രക്താണുക്കൾക്ക് അവരുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുവഴി അവര് ശേഖരിക്കുന്ന ഈ ഓക്സിജൻ കൃത്യമായിട്ട് ഈച്ച് ആൻഡ് എവറി സെല്ലില് അത് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ സെല്ലുകളിൽ ആവശ്യത്തിന് ഓക്സിജൻ എന്ന് പറയുന്ന ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രീഷനും കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ കോശങ്ങളും ആക്റ്റീവായി തുടങ്ങും. അങ്ങനെ ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളെയും നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിച്ചാൽ നോ ഡിസോർഡർ നോ ഡിസീസ്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് എനർജിയുടെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് എനർജി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ഓക്സിജന്റെ ഈ എല്ലാ ഈച്ച് ആൻഡ് എവറി സെല്ലിൽ നമുക്ക് ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡീപ്പ് സ്ലീപ്പിലേക്ക് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഡീപ്പ് സ്ലീപ്പിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തലച്ചോറിലുള്ള പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് രാത്രി സമയങ്ങളിൽ അവർ റിലീസ് ചെയ്യേണ്ട മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ അവർക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളെ ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ള. ചില വ്യക്തികൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങും. ചില ആൾക്കാരെ സംബന്ധിച്ച് പതിയെ ആയിരിക്കും ഈ റിസൾട്ട് കിട്ടുന്നത്. ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച കൊണ്ടായിരിക്കും ഇവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ഉറങ്ങാൻ അവർക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ബോഡിക്ക് ശരീരത്തിലുള്ള ഡിസോർഡറുകളെ മൈൻറ്റെയിൻ ചെയ്യാനും അതുവഴി നമ്മളുടെ ശരീരത്തിലുള്ള അസുഖങ്ങളെ ഇല്ലായ്മ ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും നാളെ രോഗങ്ങൾ വരാതിരിക്കാനും ഇത് വളരെ സഹായകരമായിട്ട് മാറും. ഇനി മറ്റൊരു കാര്യം മാഗ്നറ്റിക് എനർജിക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സെൽ ലെവലിലുള്ള എനർജിയെ കറക്റ്റ് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കും എന്നുള്ളതാണ്. യൂസ് ഓഫ് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മളത് തിളപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ആ വെള്ളത്തെ സംബന്ധിച്ച് ഒരു ചത്ത വെള്ളമാണ്, ജീവനില്ലാത്ത വെള്ളമായിട്ട് മാറും എന്നുള്ളതാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ, ബാക്ക് ബോൺ ഓഫ് ലൈഫ് ആണ്. അത് മാത്രമല്ല കൗണ്ട്ലെസ് പ്രോസസ് ആണ് നമ്മുടെ ബോഡിയിൽ വെള്ളം ചെയ്യുന്നത്. ന്യൂട്രീഷൻ ട്രാൻസ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഹൈഡ്രേഷനെ നിലനിർത്താനും സ്കിന്നിന്റെ ഹൈഡ്രേഷനെ നിലനിർത്താനും അതേപോലെ തന്നെ നമ്മളുടെ വേസ്റ്റ് റിമൂവൽ ചെയ്യാനും, ബ്ലഡിലുള്ള വേസ്റ്റ് ആണെങ്കിലും ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സെല്ലിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ആണെങ്കിലും ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് വെള്ളം വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മുടെ വെള്ളത്തിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 15 to 17 എന്ന് പറയുന്ന ഒരു അനുപാതത്തിലാണ് അതിന്റെ സൈസ്. അപ്പൊ അക്വപോറിയൻസ് ആർ പ്രോട്ടീൻ ദാറ്റ് ഫോംസ് ചാനൽ ഇൻ സെൽ മെമ്പറൈൻ അലോ വാട്ടർ ടു പാസ് ത്രൂ. അപ്പൊ ഈ പറയുന്ന അക്വപോറിയൻ വഴിയായിട്ടാണ് ഈ പറയുന്ന നമ്മൾ കുടിക്കുന്ന വെള്ളം സെല്ലിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതിന്റെ മോളിക്യൂൾസ് വളരെ വലുതായതുകൊണ്ട് തന്നെ ഒരു 10-15% വെള്ളം മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, സെല്ലിലേക്ക് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി 85% വെള്ളവും വെറുതെ പ്ലെയിൻ വാട്ടർ ആയിട്ട് യൂറിനായിട്ടോ സ്വെറ്റ് ആയിട്ടോ ഇത് പുറത്തേക്ക് പോണേ. അപ്പൊ യൂറിനായിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കിഡ്നിക്ക് അത് പ്യൂരിഫൈ ചെയ്ത് വിടേണ്ടി വരും. പ്യൂരിഫൈ ചെയ്ത് വിടുന്ന സമയത്ത് വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഏതാണ്ട് 84ഓളം വരുന്ന മിനറൽസിൽ ഇത് മിക്സ് ആകുകയും ആ മിനറൽസിനെയും കൂടി വലിച്ചുകൊണ്ടാണ് ഇത് പുറത്തേക്ക്
പോകുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് മിനറൽസും വൈറ്റമിൻസും ന്യൂട്രീഷൻസ് ഇല്ലെന്നാണെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഈ വാട്ടർ എനർജി പാഡ് നമ്മൾ കുപ്പിമേൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുടിക്കുന്ന വെള്ളം അതിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എനർജി പാഡിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഈ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് ആ വാട്ടർ മോളിക്യൂൾ സ്ട്രക്ചർ ബോണ്ടിന് അത് 5-6 എന്ന് പറഞ്ഞ ആനുഭാവത്തിലേക്ക്, 5-7 എന്ന് പറയുന്ന ഒരു ആനുഭാവത്തിലേക്ക് അതിനെ ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഈ വെള്ളം 85% ബോഡിക്ക് വലിച്ചെടുക്കാനും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് ബോഡിയിൽ ചെയ്യാൻ സാധിക്കും. വേസ്റ്റ് റിമൂവൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം നമ്മുടെ വാട്ടർ എനർജി പാഡിന് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മുടെ വെള്ളത്തിന്റെ pH-ന് ഏതാണ്ട് 6.5 to 8.5 ആ pH-നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് pH ഇല്ല, അസിഡിക് ആണ് നമ്മൾ കുടിക്കുന്നത്. ഇപ്പൊ കൊക്കക്കോള ആണെങ്കിലും മദ്യമാണെങ്കിലും ഇതെല്ലാം തന്നെ ആസിഡിക് ഡ്രിങ്ക് എന്ന് പറയാനുള്ള കാരണം അതിന് pH വളരെ താഴെയാണ്. അതുകൊണ്ടാണ് അത് ആസിഡിക് ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് 6.5 എബോവ് എങ്കിലും നമ്മൾക്ക് എന്ത് വേണം, pH ഉണ്ടായിരിക്കണം. ആ pH-ന് ഈ പറയുന്ന മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡിന് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ വെള്ളത്തിനെ മാഗ്നറ്റൈസ്ഡ് ആക്കാൻ സാധിക്കും. ഈ മാഗ്നറ്റൈസ്ഡ് വെള്ളം നമ്മൾ കുടിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മളുടെ രക്തത്തിലേക്ക് ഈ ബ്ലഡ് കലരുമ്പോൾ അവിടെയുള്ള ചുവന്ന രക്താണുക്കളെ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു പ്രവണതയിൽ നിന്ന് മാറ്റി അതിനെ സിംഗിൾ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിലനിർത്താനും ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ഫ്ലോയിൽ നമുക്ക് ഒരു ഒപ്റ്റിമം ലെവലിൽ നമുക്ക് അതിനെ സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഓക്സിജൻ എൻറിച്ച്ഡ് വാട്ടർ ആയിട്ട് ഇതിനെ നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതാണ് ഈ പറയുന്ന അക്വാപോറിയംസ് വാസ് ഡിസ്കവേർഡ് ബൈ ഡോക്ടർ പീറ്റർ ആഗ്രേ ഓഫ് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. ഹി വാസ് അവാർഡഡ് the 2003 Nobel Prize in Chemistry for this discovery. ഇദ്ദേഹമാണ് അക്വാപോറിയംസ് എന്ന് പറയുന്ന ഈ വാട്ടർ ചാനലിനെ കണ്ടെത്തുന്നതും അദ്ദേഹത്തിന് 2003 ആ ഒരു വിഷയത്തിന്, ആ ഡിസ്കവറിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ടീമിന് നോബൽ പ്രൈസ് കിട്ടിയെന്നുള്ള. ഇവിടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിനെ ഞാൻ കാണിച്ചിരുന്നു. ഇത്രയും വലുതാണ് ഈ മോളിക്യൂൾസ്. ഈ ഇത്രയും വലിയ മോളിക്യൂൾസ് ഒരിക്കലും അക്വാപോറിയംസിലൂടെ കടന്നു പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. 10 to 15% മാത്രമേ ബോഡിക്ക് ഇത് വലിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഇവിടെയാണ് നമ്മുടെ ഈ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ സൈസിനെ നമുക്ക് റിഡ്യൂസ് ചെയ്ത് വെള്ളത്തിനെ നേരിപ്പിച്ച് കളയാനും ആ വെള്ളം ഒരു 80-85% ബോഡിക്ക് അബ്സോർവ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്നത്. ഇത് ഈ പറയുന്ന ഉൽപ്പന്നം, നമ്മളിപ്പോ ഇവിടെ 4 ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാട്രസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മാഗ്നറ്റ്, അതിലും മാഗ്നറ്റ് ആണ്. വാട്ടർ എനർജി പാഡിലും മാഗ്നറ്റ് ആണ്, റിസ്റ്റ് ബാൻഡിലും മാഗ്നറ്റ് ആണ്. എല്ലാത്തിന്റെയും പ്രവർത്തനങ്ങൾ സെയിം ആണ്. അപ്പൊ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വ്യക്തികളാണ് മോളിൽ കാണിക്കുന്ന 3 പേര്. ഒന്ന്, പ്രഗ്നൻസി പീരീഡിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. പേസ് മേക്കർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പ് യൂസ് ചെയ്യുന്നവർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഈ മാട്രസിന്റെ മുകളിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ, ഫോൺ, ഇതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അതിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. കാരണം അതിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ചെവിയില് മിഷൻ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഈ മിഷൻ ഊരി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ മാട്രസ് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇത് വാഷബിൾ അല്ല. അതേപോലെ തന്നെ ഹീറ്റ്, അതേപോലെ തന്നെ ഫയറിൽ നിന്നൊക്കെ നമ്മളിത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ മാട്രസിന് ഏതാണ്ട് 25 വർഷത്തെ ഗ്യാരണ്ടി ആണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന മാഗ്നറ്റിനുള്ളത്. 25 വർഷം ഒരിക്കലും ഇതിന്റെ ഈ പറയുന്ന ചാർജ് നഷ്ടപ്പെടുന്നതല്ല. ഇന്ന് ഇപ്പൊ ഏതാണ്ട് 30 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് ഇന്ന് ഈ ബയോട്ടോറിയത്തിലുള്ളത്. കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് നമുക്ക് ഈ പറയുന്ന 30 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. 95% ആൾക്കാർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. ബാക്കി ആൾക്കാർക്ക് റിസൾട്ട്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വീഡിയോസ് ഒക്കെ അവർ കാണുമ്പോൾ അത് പല ആൾക്കാരും പറയുന്നത് ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് പലപ്പോഴും ഈ മാട്രസ് 7 ദിവസം 10 ദിവസം ഒക്കെ കഴിയുമ്പോൾ അവരുടെ അസുഖത്തിന് കുറവില്ലെന്നാണ് എനിക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ ഒക്കെ വരുന്ന സമയത്താണ് ഈ പറയുന്ന
മിനിമം നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം, ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കുക. കാരണം വെള്ളം നമ്മൾ കുടിച്ചാൽ മാത്രമേ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ആവുകയുള്ളൂ. ചെയ്യാൻ നമുക്ക് കിട്ടാത്തത് അത്രയും വ്യക്തികളാണ് ഇത് നെഗറ്റീവ് ആയിട്ട് കാണുന്നത്. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കും കൂടി ഒരു വിശ്വാസം വേണം. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ്, അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുക. 90 to 120 ഡേയ്സ് നമ്മളിത് റെഗുലർ ആയിട്ട് കൃത്യമായിട്ട് നമ്മളിത് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ആദ്യം കാണുന്നത് ഡയബറ്റിക് ഫുഡാണ്. അത് ഒരിക്കലും ആ പറയുന്ന വ്രണം പൊറുക്കാൻ പോകുന്നില്ല. കാരണം അവിടെ സർക്കുലേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ എത്തില്ല, ന്യൂട്രീഷൻ എത്തില്ല, അവിടെ റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്താൻ സാധിക്കില്ല. കാരണം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. ആ സെൽസിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അത് ആക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് പഴുത്ത് ഈ മുറിവ് ഉണങ്ങാത്ത ഒരു അവസ്ഥയിൽ വരികയും ഈ മുറിവ് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ ഡോക്ടർമാർ എന്ത് ചെയ്യും? കാല് മുറിച്ച് കളയുക എന്നല്ലാതെ വേറൊരു പോംവഴിയില്ല. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അതുവഴി നമ്മളുടെ ഈ കാലിലേക്ക് രക്തോട്ടം കൊണ്ടുവരികയും നമുക്ക് ആ മുറിവ് ഉണക്കാൻ സാധിച്ചത്. ഇത്രയും വലിയ മുറിവ്, ഇതിനേലും വലിയ മുറിവുകൾ നമ്മൾക്ക് നമ്മുടെ മാട്രസ് ഉപയോഗിച്ച് നമ്മൾക്ക് പൊറപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളതാണ്. ഇനി മറ്റൊരു വ്യക്തിയാണ്, ഇപ്പൊ നേരത്തെ ഇവിടെ സുനിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ബ്രദറാണ് ഈ പറയുന്നത് സുധി നെറ്റൂര്. അദ്ദേഹം ഒരു ഫ്ലോക്ക് സിംഗർ ആണ്. ഇദ്ദേഹം മുടി സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. അങ്ങനെയാണ് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും അദ്ദേഹത്തിന് മുടി കിളിർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇനി നമ്മളിത് കണ്ടിട്ട് നാളെ തന്നെ നമ്മൾ കഷണ്ടിക്കാരെ മുഴുവനും സമീപിക്കാൻ നിൽക്കരുത്. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മുടി വളരും എന്ന് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കരുത്. കാരണം ഇതിന്റെ പുറകിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത് മുടി വളരാനുള്ള ചാൻസസ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളർന്നിരിക്കും. കഷണ്ടി തലയിൽ മുടി മുളക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് നമ്മൾ എല്ലാവരിലും ഇത് പറയരുത്. കാരണം ചാൻസസ് ഉണ്ടെന്നാണെങ്കിൽ മുടി കൊഴിച്ചിൽ നമുക്ക് നിർത്താൻ സാധിക്കും. മുടി ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് അവിടെ ഉണ്ടെന്നാണെങ്കിൽ മുടി മുളച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ടു ബോട്ടം എന്ത് പ്രശ്നമുണ്ടെന്നാണെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ ഈ പറയുന്ന രോഗങ്ങൾ റിവേഴ്സ് ചെയ്യാനും നാളെ നമ്മൾക്ക് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ തുച്ഛമായ പൈസ നമ്മൾ ഇതിനുവേണ്ടി മുടക്കിയാൽ മതി. നമ്മൾ തീർച്ചയായിട്ടും നാളെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനോ നമ്മുടെ ജോലി കളയാനോ പൈസ നഷ്ടപ്പെടുത്താനോ ടെൻഷൻ ആകാനോ ആ ടെൻഷൻ വഴി മറ്റു പല രോഗങ്ങൾ വരാനോ ഒന്നിനും ഇടവരുത്താതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് മേടിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന പാക്കേജസ് ആണ് ഇത്. ആദ്യം കാണിച്ചിരിക്കുന്നത് സൂപ്പർ ഡീലക്സ് ആണ്. 9800 രൂപയാണ് ആ പറയുന്ന പാക്കേജിന്റെ റേറ്റ് വരുന്നത്. അതിൽ ഏതാണ്ട് 6 ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വാട്ടർ എനർജി പാഡ് ഉണ്ടാവും, റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും, സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും, മാട്രസ് പാഡ് ഉണ്ടാവും, പ്ലസ് പില്ലോ പാഡ് ഉണ്ടാവും, 24 കാരറ്റ് ഇമിറ്റേഷൻ ഗോൾഡിന്റെ ഒരു ബ്രേസ്ലെറ്റും കൂടി നമുക്ക് ഉണ്ടാവും. അങ്ങനെ 6 ഉൽപ്പന്നങ്ങളാണ് നമ്മൾക്ക് 9800 രൂപക്ക് ലഭിക്കുന്നത്. അവിടെ താഴത്ത് നമുക്ക് കാണാം ഒരു 50 പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ പോയിന്റ് വാല്യൂ കാണിച്ചിരിക്കുന്നത് ഓരോ പ്രോഡക്റ്റിനും കമ്പനി ഒരു പോയിന്റ് വാല്യൂ തീരുമാനിച്ചിട്ടുണ്ട്. ആ പോയിന്റ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ബോണസ് ലഭിക്കുന്നത്. ഇതിന്റെ തന്നെ പ്രീമിയം വെർഷൻ ആണ് 10700 രൂപ. ഇതിനകത്ത് നമ്മൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ 6 ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ഇത് സൂപ്പർ ഡീലക്സ് ഫാമിലി കോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് 16500 രൂപ. ഇത് 2 സിംഗിൾ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ പീസായിട്ട് വേണമെങ്കിലും 5.5 അടി വീതി 6 അടി നീളത്തിലുള്ള ഒറ്റ പീസായിട്ട് നമുക്ക് കിട്ടും. സിംഗിൾ ആയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ 12 പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒറ്റ പീസായിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ 11 പ്രൊഡക്ട്സ് ഉണ്ടാവും. 11 പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് 2 വാട്ടർ എനർജി പാഡ് ഉണ്ടാവും, 2 സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും, 2 റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും, 2 പില്ലോ പാഡ് ഉണ്ടാവും, 2 സിംഗിൾ മാട്രസ് ഉണ്ടാവും, പ്ലസ് 2 24 കാരറ്റിന്റെ ഇമിറ്റേഷൻ ബ്രേസ്ലെറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ തന്നെ പ്രീമിയം വെർഷൻ ആണ് 19300 രൂപയാണ് അതിന്റെ വില വരുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ 12 ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. ഇനി ഫുഡ് സപ്ലിമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ വെൽനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് കാണിച്ചിരിക്കുന്നത് അൾട്രാബെറി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്താ പറയുക, ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അല്ല നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും കഴിക്കുന്നത്. അപ്പൊ ഇത്രയും
കുറവുകൾ, ഈ പറയുന്ന ന്യൂട്രീഷൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസിന്റെ കുറവുകൾ നികത്താനായിട്ട് അൾട്രാബെറി പോലുള്ള പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഏതാണ്ട് 23ഓളം ചേരുവകൾ ചേർന്നിട്ടുള്ള, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഹെർബ്സ്, ഇങ്ങനെ കുറെ 23ഓളം ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ജ്യൂസ് ആണ്. അത് നമ്മൾക്ക് വളരെ കുറച്ച് നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി. ഒരു 15 മുതൽ 30 ml നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ആയുഷ് മന്ത്രാലയത്തിന് അംഗീകാരമുള്ള മോർ പവർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആയുർവേദ, സിദ്ധാനി, യുനാനി ഹെർബ്സ് ആണ്. ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ 11 വ്യവസ്ഥകളെ കറക്റ്റ് ചെയ്യാനും, സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനും, എല്ലാ അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാനും, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകാനും ഈ ഒരു ഉൽപ്പന്നത്തിന് സാധിക്കുന്നുള്ളതാണ്. ഇത് പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ആണ്. ഈ സപ്ലിമെന്റ് ഏതാണ്ട് 10ഓളം സപ്ലിമെന്റ്സ് ഉണ്ട്. ഒരുപാട് വർഷം ഗവേഷണത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് പ്ലാന്റ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ 100% ഇത് വെജിറ്റേറിയൻ ആണ്. നമുക്ക് ഷുഗർ ബാലൻസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ടാബ്ലറ്റ്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. ലിവർ ഡീറ്റോക്സ് ചെയ്യാനായിട്ട്, ഫാറ്റി ലിവർ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക്, മദ്യപാനികൾക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ ഡെയിലി 2 ടാബ്ലറ്റ് വെച്ച് നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മുടെ ലിവറിന് ഡീറ്റോക്സ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകാനും ഇത് സഹായിക്കും. അങ്ങനെ 10 തരത്തിലുള്ള സപ്ലിമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് എ ബിസിനസ് വിത്ത് എ ടീം ഈസ് എ വയബിൾ ആൻഡ് ഓപ്റ്റൻ അഡ്വാൻറ്റേജസ് അപ്രോച്ച് ആണ്. കാരണം വൈൽ ഇറ്റ് ഈസ് പോസിബിൾ ടു സ്റ്റാർട്ട് എ ബിസിനസ് അലോൺ. ഇവിടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളൊരു ബിസിനസ് സ്വന്തമായിട്ടാണ് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സെ കുറിച്ച് നമ്മൾ തന്നെ പഠിക്കണം. ആ ബിസിനസ് റൺ ചെയ്യാനുള്ള ഐഡിയാസും മെത്തേഡ്സ് ഒക്കെ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ കസ്റ്റമറിനെ നിലനിർത്താനുള്ള എല്ലാ ഐഡിയാസും നമ്മൾ തന്നെ സ്വയം കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ആ ബിസിനസിനെ കുറിച്ച് പഠിച്ച് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ആ ബിസിനസ് ലോസിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. മിക്കവാറും 10 ബിസിനസ് തുടങ്ങിയാൽ മിക്കവാറും 8 ബിസിനസ്സും തകർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട്, അതും നിങ്ങൾ മുടക്കുന്ന എമൗണ്ടിന്റെ 100 ഇരട്ടി മൂല്യമുള്ള ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങളോട് കമ്പനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അത് നിങ്ങൾ ഒരു ടീമിന്റെ ഒപ്പമാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരു ടീമിന്റെ ഒപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാനും നിങ്ങളെ പ്രോപ്പറായിട്ട് ആ ബിസിനസ്സിൽ വിജയിപ്പിക്കാനും അവർക്ക് സാധിക്കുന്നുള്ളതാണ്. അവരുടെ സർവീസും സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഏതൊരു സാധാരണക്കാരനും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അവന്റെ ജീവിതത്തിലുള്ള എല്ലാ സ്വപ്നങ്ങളെയും പൂവണിയിക്കാനായിട്ട് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന മാർക്കറ്റിംഗ് പ്ലാനിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ള ആ ടീമിനെ കൂടി നിങ്ങൾ സഹകരിക്കുക. ഈ ബിസിനസിനെ കുറിച്ച് നന്നായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മളൊരു ഐഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 തരത്തിലുള്ള ഇൻകം ആണ് കമ്പനി നമുക്ക് തരാന്ന് പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമ്മളുടെ ഏതാണ്ട് 100ഓളം പ്രൊഡക്ട്സ് നമ്മൾക്ക് ഉണ്ട്. റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പലവരിക്കും നമുക്കിത് പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിൽ MRP TP എന്ന് പറയുന്ന അതിന്റെ വ്യത്യാസത്തിൽ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതുകൂടാണ്ട് നമുക്ക് വരുന്നതാണ് സൂപ്പർ ഫാമിലി ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ്, സർപ്രൈസ് ബോണസ്, റീപർച്ചേസ് ബോണസ്, പിക്കപ്പ് സെന്റർ ബോണസ്, ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ബോണസ്. ഇവിടെ ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആദ്യം അദ്ദേഹം ഒരു എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ റൗണ്ട് ഉണ്ട്. ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ക്രൈറ്റീരിയ ബോണസ് ലഭിക്കുന്നത്. നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിൽ ഒരു വ്യക്തിയെ കൊണ്ടുവരണം, റൈറ്റ് സൈഡിൽ നമ്മളൊരു വ്യക്തിയെ കൊണ്ടുവരണം. ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ജീനിയേഴ്സ് ടീമാണ്, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വിന്നേഴ്സ് ടീമാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ലെഫ്റ്റും റൈറ്റും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബിസിനസ് ഓർഗനൈസേഷൻ വേണം, 2 വ്യക്തികളെ നമുക്ക് വേണം. നമ്മൾ മാത്രമല്ല ബിസിനസ് ചെയ്യുന്നത്, നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികളും ഇതിൽ ബിസിനസ് ചെയ്യും. അതിന്റെയും കൂടി ഇൻകം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 വ്യക്തികളെ നിങ്ങൾ സ്പോൺസർ ചെയ്യണം. അതോടൊപ്പം തന്നെ 150 PV 2 സൈഡിലായിട്ട് 150 PV നിങ്ങൾ എന്നാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നത്, വെൽക്കം ബോണസ് കിട്ടുന്നത് 440 രൂപയാണ്. ഇതിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം കിട്ടുന്നത്
440 രൂപയായിരിക്കും. ഇതിന് ശേഷമാണ് കമ്പനി പറയുന്ന മറ്റു എല്ലാ ഇൻകവും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ താഴെ ഞാൻ കാണിച്ചിരിക്കുന്നത് സൂപ്പർ അവയർനെസ് ബോണസ്. സൂപ്പർ അവയർനെസ് ബോണസിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു മാച്ചിങ് പോയിന്റിനെ 8 രൂപ 80 പൈസ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 100 പോയിന്റ് മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 880 രൂപയായിരിക്കും കിട്ടുന്ന വരുമാനം. ഇനി സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത് ഒരു മാച്ചിങ് പോയിന്റിന് നമുക്ക് ലഭിക്കുന്നത് 59 രൂപ 40 പൈസയാണ്. അതാണ് അതിന്റെ കാൽക്കുലേഷൻ. അപ്പൊ 100 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5940 രൂപയായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിലേക്ക് രണ്ടേ വ്യക്തികളെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഓരോ വ്യക്തികളും ഈ 2 പേരെ കൊണ്ടുവരുമ്പോൾ അതൊരു ടീമായിട്ട് താഴത്തേക്ക് വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ ടീമിൽ ആര് എവിടെ ബിസിനസ് ചെയ്താലും, നിങ്ങളുടെ താഴെ ആര് ബിസിനസ് ചെയ്താലും അതിന്റെ ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെ പോയി ബിസിനസ് ചെയ്താലും, എവിടെ പോയി നിങ്ങൾ ജോലി ചെയ്താലും നിങ്ങളുടെ ഒരാളുടെ എഫക്റ്റിനാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതും അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ എഫേർട്ടും കൂടി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വലിയൊരു വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് വളർന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതാണ് നമ്മളുടെ സൂപ്പർ അവയർനെസ് ബോണസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു MPVക്ക് ഒരു മാച്ചിങ് പോയിന്റ് വാല്യൂവിന് 8 രൂപ 80 പൈസ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു കട്ട് ഓഫിൽ നമുക്ക് പരമാവധി 1000 പോയിന്റിന്റെ മാച്ചിങ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിൽ നമുക്ക് 8800 രൂപ കിട്ടും. 2 സൈക്കിളിലായിട്ട് നമുക്ക് 17600 രൂപ കിട്ടും. അപ്പൊ ഈ സൈക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈക്കിൾ എന്ന് പറയുന്നത് രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയുള്ള ആ 12 മണിക്കൂറാണ് ഒരു സൈക്കിള്. വൈകിട്ട് 5 മണി തൊട്ട് രാവിലെ 5 മണി വരെ ഒരു സൈക്കിളാണ്. ഈ 2 സൈക്കിളിൽ നിങ്ങളുടെ ടീമിൽ ബിസിനസ് എവിടെ നടന്നാലും നിങ്ങൾക്ക് പരമാവധി കിട്ടുന്ന അവയർനെസ് ബോണസ് എന്ന് പറയുന്നത് 17600 രൂപയാണ്. ഇനി സൂപ്പർ ഫാമിലി ബോണസ് നേരത്തെ നമ്മൾ പറഞ്ഞു 59 രൂപ 40 പൈസയാണ് ഒരു MPVക്ക് കിട്ടുന്നത്. ഒരു കട്ട് ഓഫിൽ പരമാവധി 100 PVക്കായിരിക്കും നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, നമ്മൾക്ക് ഈ പറയുന്ന ഫാമിലി ബോണസ് കിട്ടുന്നത് 5940 രൂപയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് 2 പ്രാവശ്യം ഈ വരുമാനം മേടിക്കാം. എന്ന് പറഞ്ഞാൽ 11880 രൂപയായിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം. അപ്പൊ ഇത് 2 വരുമാനവും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് പെർ ഡേ നമ്മൾക്ക് ഒരു സിംഗിൾ ഐഡിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം 29480 രൂപയാണ്. ഒരുപക്ഷെ ഇന്ന് പുതിയതായിട്ട് ഈ സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മാസം ജോലി ചെയ്താൽ പോലും കിട്ടാത്ത വരുമാനം ഈ ബയോട്ടോറിയത്തിൽ ഒരു ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ബിസിനസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും അത്തരത്തിലുള്ള ഒരു വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ വരുമാനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, ഇവിടെ ഒരു ദിവസം നിങ്ങൾ ഒരു ചെറിയൊരു ടീമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് ഒരു 50 PVയുടെ സെയിൽ ആര് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് 3410 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് വരുമാനം മേടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. 2 സെയില് നമ്മുടെ ടീമിൽ ആരെങ്കിലും 50 PVയുടെ സെയിൽ എടുത്താൽ നിങ്ങൾക്ക് 3410 രൂപ കിട്ടും എന്നുള്ളതാണ്. അത് തന്നെ 100 PVയുടെ സെയിലാണ് ലെഫ്റ്റ് റൈറ്റ് വന്നെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് 6820 രൂപ വരുമാനം മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ചെറിയൊരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരാഴ്ച ജോലി ചെയ്യുന്നേക്കാൾ കൂടുതൽ വരുമാനം നമ്മൾക്ക് ഇവിടെ ഓരോ ദിവസവും വാങ്ങാനും നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ദൂരീകരിക്കാനും അതോടൊപ്പം തന്നെ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് പൂവണിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് 3 ദിവസത്തെ ബിസിനസിന്റെ വരുമാനമാണ് 4ാമത്തെ ദിവസം നമുക്ക് കിട്ടുന്നത്. ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ അന്ന് നമുക്ക് കിട്ടില്ല, അത് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേയിലായിരിക്കുള്ളൂ നമുക്ക് ആ പേ ഔട്ട് വരുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ആയിരിക്കും നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്കിലേക്ക് വരുമ്പോൾ ഇതിന്റെ 2% TDS കട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി മറ്റൊരു പുതിയൊരു പ്രോഗ്രാം കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഒരു കാൽക്കുലേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. പെർ ഡേ ഏതാണ്ട് 29480 രൂപയാണ് ഒരു സിംഗിൾ ഐഡിയിൽ നിന്ന് നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇതൊരു ടീമിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള വരുമാനം നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. അപ്പൊ പെർ മന്ത് നമുക്ക് കിട്ടുന്ന വരുമാനം ഏതാണ്ട് 8,84,400 രൂപയാണ്. പെർ ഇയർ നമുക്ക് കിട്ടുന്ന വരുമാനം 1,06,12,800 രൂപയാണ്. ഇന്നലെ കഴിഞ്ഞ 30-ാം തീയതി വരെ നമ്മൾക്ക് 1,06,00,000 രൂപയായിരുന്നു ഒരു വർഷത്തെ വരുമാനമെങ്കിൽ ജൂലൈ 1-ാം തീയതി മുതൽ കമ്പനി റീപർച്ചേസ് ഇൻകം സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ വരുമാനം വളരെ ഭീമമാണ്. ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 4,50 കോടി രൂപയാണ് നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ
ഇന്ന് വെറും 3100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു വർഷം കമ്പനി നൽകുന്ന വരുമാനം 5.5 കോടി രൂപയാണ്. ഈ 5.5 കോടി രൂപയിൽ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എത്ര വർഷം ജോലി ചെയ്താൽ പോലും അദ്ദേഹത്തിന് 1 കോടി രൂപ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇവിടെ 1, 2, 3 വർഷം, ഇനി പോട്ടെ 5 വർഷം എടുത്തോളൂ. നിങ്ങൾ 5 വർഷം കൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മിനിമം 1 കോടി രൂപ ഉണ്ടാക്കിയാൽ നിങ്ങളൊന്ന് കൂട്ടി നോക്ക്. ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 1 കോടി രൂപയിലേക്ക് എത്തണമെങ്കിൽ എത്ര വർഷം നിങ്ങൾ ജോലി ചെയ്യണമെന്ന് ആലോചിച്ചോക്കെ. ഒരു പുരുഷായുസ് മുഴുവനും ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം ഈ ബയോട്ടോറിയത്തിലൂടെ 1, 2, 3, 4, 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇത് കൂടാതെ നമ്മൾക്കെല്ലാം ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ്. പല വിദേശ രാജ്യങ്ങളിൽ പോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു മൂടിയിട്ടിരിക്കുന്നതാണ്. ഇന്ന് ഈ പറയുന്ന 1-ാം തീയതി ഈ റീപർച്ചേസ് പ്ലാൻ വന്നതോടുകൂടി നമ്മൾക്ക് രാജ്യത്തിന്റെ പല രാജ്യങ്ങളിലേക്കും സന്ദർശിക്കാൻ, ഫ്രീ ആയിട്ട് സന്ദർശിക്കാൻ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ആ പറയുന്ന രാജ്യങ്ങളിൽ ചെല്ലാനായിട്ടുള്ള ഒരു അവസരമാണ് കമ്പനിയോട് ഒരുക്കി തന്നിട്ടുള്ളത്. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ടൂർ പ്രോഗ്രാം ആണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത്. നോ ടൈം ലിമിറ്റ് എന്നാണ് ഇതിന്റെ ഒരു സവിശേഷത. ഇന്നേ വരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ചരിത്രത്തിൽ ഒരു കമ്പനി പോലും ടൈം ലിമിറ്റ് ഇല്ലാണ്ട് ഒരു ഫോറിൻ ട്രിപ്പ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പുതിയതായിട്ട് ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി 3 ലക്ഷം രൂപ വരുമാനം എന്ന് വാങ്ങുന്നു, അദ്ദേഹത്തിന് അന്ന് തായ്ലാന്റിലേക്ക് പോകാൻ സാധിക്കും. അടുത്തത് വീണ്ടും അദ്ദേഹത്തിന് ദുബായിലേക്ക് പോകാൻ സാധിക്കും, സിംഗപ്പൂർ പോകാൻ സാധിക്കും. അങ്ങനെ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള, ഫ്രീ ആയിട്ട് സന്ദർശിക്കാനുള്ള നമ്മൾക്കൊരു അവസരം കമ്പനിയോട് ഒരുക്കി തന്നിട്ടുണ്ട്. ഈ കമ്പനിനെ കൂടി നിന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂവണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 4 രാത്രിയും 5 പകലുമാണ്, അതും 4 സ്റ്റാർ ഹോട്ടലിലാണ്. 100% സൗജന്യമായിട്ടാണ് കമ്പനി ഈ പറയുന്ന ഫോറിൻ ട്രിപ്പ് നമുക്ക് നൽകിയിട്ടുള്ളത്. അടുത്ത സൂമിലൊക്കെ നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾ ഓരോ സൂമിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് റീപർച്ചേസ് എന്നും റീപർച്ചേസ് പ്ലാൻ എന്താണെന്നും എങ്ങനെയാണ് ഇത് നമ്മൾക്ക് ഈ പറയുന്ന ടൂർ പ്രോഗ്രാം ഒക്കെ നമുക്ക് എലിജിബിൾ ആകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇതുവരെ ഒരു വിദേശ യാത്ര പോലും സന്ദർശിച്ചിട്ടില്ല. കാരണം എന്താണ്? പണം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. എന്റെ വൈഫിന് കോലാലംപൂർ പോകണമെന്ന് വളരെ ആഗ്രഹമുള്ളൊരു കക്ഷിയാണ്. ഏതോ ഒരു നോവലിൽ വായിച്ചപ്പോൾ ഈ പറയുന്ന മലേഷ്യയിലുള്ള കോലാലംപൂർ സിറ്റി കാണണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ടാണ് ഇതുവരെ അവിടെ പോകാൻ സാധിക്കാത്തത്. പക്ഷെ ഈ ബയോട്ടോറിയത്തിലൂടെ എന്താണെങ്കിലും നമ്മൾക്ക് ഈ പറയുന്ന ലോകം മുഴുവനും ചുറ്റി കാണാനുള്ള ഒരു സാഹചര്യമാണ് കമ്പനിയോട് ഒരുക്കിയിട്ടുള്ളത്. അതും നോ ടൈം ലിമിറ്റ് ആണ്. ഏതൊരു സാധാരണക്കാരനും ഈ ട്രിപ്പ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, കോടികളുടെ കഥയൊക്കെ പറഞ്ഞു. ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 5.5 കോടി 6 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് കമ്പനി നിങ്ങൾക്ക് തന്നേക്കണെന്ന് പറഞ്ഞു. ഇവിടെ ആരെങ്കിലും കോടികൾ ഏൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടാവും. ആ പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്നത് മനോജ് തൃപ്പൂണിത്തുറ. നമ്മളുടെ എന്താ പറയുന്നത്, പൈനിയർ ലീഡർ ആയിട്ടുള്ള വ്യക്തിയാണ് മനോജ് സാറ്. ഏതാണ്ട് ഈ ബയോട്ടോറിയത്തിൽ നിന്ന് 10 മാസം കൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അദ്ദേഹം 1 CR അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. നമ്മളെ പോലെ തന്നെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 22 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുകയും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയ ആ വ്യക്തിക്ക് ഈ ബയോട്ടോറിയം കയ്യിൽ കിട്ടുകയും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുകയും ഫീൽഡിൽ ഇറങ്ങി 1-2 പേർക്ക് ഈ പ്രൊഡക്റ്റ് നൽകുകയും അവർക്ക് റിസൾട്ട് വന്നതോടുകൂടി ഈ പറയുന്ന പ്രസ്ഥാനം ബ്ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവരൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രയധികം റിസൾട്ട് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ പ്രൊഡക്റ്റ് തന്നെ അവർ ആദ്യമായിട്ട് കാണുന്നു. ഈ ഉൽപ്പന്നമായിട്ട് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഒരാൾക്ക് പോലും വിശ്വാസമില്ല. എന്ത് മാഗ്നറ്റിക് തെറാപ്പി എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ ദുർഘടം പിടിച്ച ഒരു രീതിയിലായിരുന്നു ഇവരൊക്കെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നായിരുന്നാലും ഈ പറയുന്ന പ്രൊഡക്റ്റിലുള്ള വിശ്വാസവും പ്രൊഡക്റ്റിലുള്ള റിസൾട്ട് ആണ് ഇവരെ മുന്നിലേക്ക് നയിച്ചതും. കഴിഞ്ഞ 10 മാസം കൊണ്ട് അദ്ദേഹത്തിന് 1 കോടി രൂപ ഏൺ ചെയ്യാനും കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 3 കോടി രൂപക്ക് മുകളിൽ ഏൺ ചെയ്യാനും അദ്ദേഹത്തിന്റെ ജീവിതം എന്താ പറയുന്നത് സന്തോഷകരമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്.
അപ്പോ ഈ ബയോട്ടോറിയത്തിൽ അദ്ദേഹം വന്നതോടുകൂടി അദ്ദേഹത്തിന് ഹെൽത്ത് കിട്ടി, അതേപോലെ തന്നെ വെൽത്ത് കിട്ടി, അതേപോലെ തന്നെ ഹാപ്പിനെസ് കിട്ടി എന്നുള്ള. ഇന്ന് അദ്ദേഹം ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ലൈഫ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ജീവിതം ആസ്വദിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇദ്ദേഹത്തെ പോലെ തന്നെ കോടീശ്വരനാകാനും ജീവിതം ആസ്വദിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറയുന്ന രീതിയിൽ സാധിക്കട്ടെ, വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. വളരെ മനോഹരമായി തന്നെ നമ്മുടെ ജോയ് പീറ്റർ സാർ നിങ്ങൾക്ക് ഈ അവസരം പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഈ ബയോട്ടോറിയം എന്ന കമ്പനി ഇന്ന് ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു പ്രോഗ്രാമും ഒരു പ്രൊജക്റ്റും ഒരു ബിസിനസ് പ്ലാനും പറഞ്ഞു തന്ന അദ്ദേഹത്തിന് നമുക്ക് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കയ്യടി തന്നെ കൊടുക്കാം. പ്ലീസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഓൾ. എന്തായാലും അദ്ദേഹം പറഞ്ഞു ഈ ബിസിനസ് പ്ലാനിലൂടെ കോടികൾ അച്ചീവ് ചെയ്ത 300-ലധികം ആളുകൾ ഇപ്പോ തന്നെ ഇന്ത്യക്കകത്തുണ്ട്. നെക്സ്റ്റ് ഇയറിൽ 1000-ലധികം കോടീശ്വരന്മാർ ഇന്ത്യക്കകത്ത് സൃഷ്ടിക്കാൻ പോകുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ചരിത്രം രചിക്കാൻ പോകുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്നുള്ളത്. എന്തായാലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പ്രിയ സഹോദരൻ സുധി നെട്ടൂർ നാടൻപാട്ട് കലാകാരനാണ്. അദ്ദേഹം ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് ഉണ്ടായ നേട്ടങ്ങൾ, അദ്ദേഹത്തിന് മുടി ഒഴിഞ്ഞ് ഫുള്ളായിട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് മുടി കൃത്യമായി വന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ അച്ഛൻ രാജപ്പൻ എന്നാണ് പേര്, അദ്ദേഹം വർഷങ്ങളായിട്ട് കഷണ്ടിയായിട്ടുള്ള ഒരാളാണ്. 84 വയസ്സായി, അദ്ദേഹത്തിനും മുടി നന്നായി വളർന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട്. എനിക്കാണെങ്കിൽ 1 മാസം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഷുഗർ പൂർണ്ണമായിട്ടും നോർമലിലേക്ക് എത്താൻ പറ്റി. വെരിക്കോസ് വെയിന് നല്ലൊരു റിസൾട്ട് ഉണ്ട്. ഇപ്പൊ എന്റെ കാല് നല്ല സൂപ്പറായി. അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇപ്പോ നടക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഒരു സർക്കാർ ജീവനക്കാരനായി ഇരുന്നുകൊണ്ട് പാർട്ട് ടൈമായി ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനവും നല്ലൊരു ടീമും ബിൽഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. കാരണം എനിക്കിത് കഴിയുമെങ്കിൽ നിങ്ങൾക്കും ഇത് കഴിയും. ഏതൊരാൾക്കും ഈ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ സെഷൻ വേണ്ടി വരുന്നത് ലീഡർ മോട്ടിവേറ്റർ, നമ്മുടെ ഇന്ത്യക്കകത്ത് ഈ ബിസിനസ് കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന, സൗണ്ട് ക്ലിയർ അല്ല എന്നാ പറയണം, അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ മിസ്റ്റർ റാഷിദ് സാറാണ്. അദ്ദേഹത്തെ ഈ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ വളരെ വിനയത്തോടുകൂടി ആദരവോടുകൂടി നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടുകൂടി വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. ഗുഡ് ഈവനിങ് സാർ. എന്തായാലും റാഷിദ് സാർ കയറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മെന്റർ മോട്ടിവേറ്റർ, ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ കമ്പനിയെ ഡെവലപ്പ് ചെയ്യാൻ അഹോരാത്രം പണിയെടുക്കുന്ന അദ്ദേഹം ഒരു പാതി മലയാളി കൂടിയാണ്. നമുക്ക് വേണ്ടി ഒരുപക്ഷെ മലയാളത്തിൽ കൂടി സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ മിസ്റ്റർ റാഷിദ് സാറിനെ നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടെ ഞാൻ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണ്? ഞാൻ കേൾക്കുന്നുണ്ടോ സൗണ്ട്? യെസ്, കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം കേരള. താങ്ക് യു. ഓക്കെ, സോ ഞാൻ ട്രാവലിംഗിലാണ് ഇപ്പോ, പക്ഷെ ഞാൻ കുറച്ച് പ്രോഗ്രാം കേട്ടു. ഇത് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും നല്ല ഭാഗ്യമുണ്ട് കേരളയിലെ മാത്രമല്ല ഫുൾ ഇന്ത്യയിലെ ഈ പ്രോഗ്രാം ഇപ്പോ ഒരു റെവല്യൂഷൻ ആണ്. ഹിന്ദിയിൽ പറയും ഒരു ക്രാന്തിയാണ്, മലയാളം എന്താ പറയും എനിക്ക് അറിയില്ല. പക്ഷെ വിപ്ലവ് അടിപൊളി പ്ലാൻ ആണ്. കുറെ ആൾക്കാർക്ക് ഇത് കോടീശ്വരനാക്കി. പക്ഷേ ഈ പ്രോഗ്രാമിലെ സക്സസ് ആവാൻ വേണ്ടി നമുക്ക് വിശ്വാസം വേണം, ട്രസ്റ്റ് വേണം. കാരണം ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ആൾക്കാർക്ക് അറിയും. എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാനൊരു സ്പോർട്സ്മാൻ ആയിരുന്നു, നാഷണൽ വിന്നർ, അമേരിക്കൻ കമ്പനിന്റെ ബ്രാൻഡ് ഹെഡ് ആയിരുന്നു. ഈ ബയോട്ടോറിയമിന്റെ മുമ്പ് ലോക്ക്ഡൌണിന്റെ സമയം, ബിഫോർ ലോക്ക്ഡൌൺ 5 years അമേരിക്കൻ കമ്പനിയിലെ ഹെഡ് ആയിരുന്നു. ഒരുവിധം 1 ലക്ഷം ശമ്പളം. പിന്നെ അയച്ചാലെ 2 hours വർക്ക് ജോലി, ഓൺലി 2 hours അയച്ചാലെ. മാസമിലെ 8 hours. മാസമിന്റെ ആൾക്കാർ ഇപ്പൊ ജോലി പോകുന്ന ആൾക്കാരിക്കോ ദിവസമിന്റെ
8 hour ജോലിയാണ്. എന്റെ മാസം ഇന്ന് 8 hours ആയിരുന്നു. പക്ഷെ ഈ ബയോട്ടോറിയം പ്ലാൻ എനിക്ക് മനസ്സിലായി. MD എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സാഗർ സർ പറഞ്ഞു എന്റെ ശമ്പളം എത്രയാണ്? ഞാൻ പറഞ്ഞു ഒരു മാസത്തിലെ ഒരുവിധം 1 lakh. സർ പറഞ്ഞു ദിവസം കിട്ടിയാലേ എന്താവും? ഡെയിലി മാസം എന്റെ ശമ്പളം. സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്റെ ഈ പ്രോഗ്രാമില്. ഞാൻ ചോദിക്കും, നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരിക്കോ മാസം ശമ്പളം ദിവസം കിട്ടിയാലേ എങ്ങനെയാവും? ആ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു ഹാപ്പിനെസ് വന്നു. ഒരു മാസം എന്റെ ശമ്പളം ഒരു ദിവസം കിട്ടിയാലേ എന്താവും? ആ വിചാരിച്ചിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ ചാടി. ഫസ്റ്റ് മന്ത്ല് 40 ജോയിനിങ് വന്നു, ഡയറക്റ്റ് 40 ഡയറക്റ്റ് 40. എനിക്ക് നല്ല ഫീലിംഗ് വന്നു. ഒരു വാല്യൂ, നമ്മളുടെ ഫേസ് വാല്യൂ, നമ്മളുടെ സ്വഭാവത്തിന്റെ വാല്യൂ ഈ ബിസിനസ്സിലെ വന്നാലേ മനസ്സിലാവും. 40 ആൾക്കാർ, നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ എത്ര ആൾക്കാർ വേണം? പാർട്ട്ണർ, നല്ല ബുദ്ധി ആൾക്കാർ. 2 ബുദ്ധി ആൾക്കാർ മാത്രം മതി. 2 ബുദ്ധി ആൾക്കാർ. എനിക്ക് 40 കിട്ടി. ആ വിശ്വാസത്തിലെ ഞാൻ പിന്നെ എന്റെ ജോലിയിലെ വിട്ടു. കാരണം സാഗർ സാർ പറഞ്ഞതിനെ പോലെ മാസം എന്റെ ശമ്പളം ഡെയിലി കിട്ടിയാലേ എങ്ങനെയാവും? ഈ ജോലിയിലെ ആൾക്കാരുടെ വിശ്വാസം കണ്ടിട്ട് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വിശ്വാസത്തിന്റെ ബിസിനസ് ആണ്. ട്രസ്റ്റ്. എനിക്ക് വിശ്വസിച്ചിട്ട് ആൾക്കാർ കയറി വന്നു. ഞാൻ എന്റെ പാർട്ട്നേഴ്സ്ക്കോ സക്സസ് ആവാൻ വേണ്ടി ഫുൾ ഇതിലെ ചാടി. ഫുൾ ടൈം അതന്നെ ജോലിയിലെ സൈഡാക്കി. ഫുൾ ടൈം ചാടി. എന്റെ പാർട്ട്നേഴ്സ്ക്കു സഹായിച്ചു. എന്റെ പാർട്ട്നേഴ്സ്ക്കു കോടീശ്വരനാക്കി. ഞാൻ സ്വന്തമായിട്ട് കോടീശ്വരനായി. 1 ഇയറിലെ ഞാൻ ജോലി വിട്ടിട്ടുണ്ടാവും. ഇല്ലേക്ക് എന്താവും? 10 ലക്ഷം ഇല്ലെങ്കിൽ 12 ലക്ഷം ഒരു മാസം, ഒരു 1 ഇയറിന്റെ ഇൻകം ഉണ്ടാവും. സാലറി പാക്കേജ് 1 ഇയറിലെ 10 lakhs or 12 lakh. പക്ഷെ ഈ ബയോട്ടോറിയമിലെ 1 കോടി. കുറച്ച് വ്യത്യാസം മനസ്സിലായ? ലിറ്റിൽ ഡിഫറൻസ്. അത് മതി. സോ എങ്ങനെ ആൾക്കാരിനോട് ഞാൻ പറയും, നിങ്ങൾ ഈ പ്രൊജക്റ്റിലെ ആദ്യമായിട്ട് കമ്പനി കണ്ടിട്ട് നോക്കിക്കോ. ഏതാണ് കമ്പനി? എത്ര വലിയ സെറ്റപ്പ് ഇന്ത്യയിലെ. മുംബൈയിലെ വന്നാലേ 1 lakh square feet. ഏത് കമ്പനിക്കുണ്ടോ എങ്ങനെ സെറ്റപ്പ്? ദാദറിലെ പോയാലേ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് കോർപ്പറേറ്റ് ബിൽഡിംഗ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ടോൾ ഓഫീസിലെ കമേഴ്ഷ്യൽ ബിൽഡിംഗിലെ 46 ഫ്ലോറിലെ നമുക്ക് ഓഫീസ് ഉണ്ട്. ഡൽഹിയിലെ ഫുൾ 5 ഫ്ലോർസിന്റെ ഓഫീസ് ഉണ്ട് നമുക്ക്. അടിപൊളി സെറ്റപ്പ്. നമുക്ക് പ്രൗഡായിട്ട് ഞാൻ ആൾക്കാരിനെ കൊണ്ടുപോകുന്ന എന്റെ ഓഫീസിലെ വായു പറയും, എന്റെ ഓഫീസ് പറയും. എല്ലാവർക്കും ഇത് ബിസിനസ് നമ്മളുടെ ബിസിനസ് ആണ്. നമ്മളുടെ സീനിയറിന്റെ ബിസിനസ് ഇല്ലല്ലോ, നമ്മളുടെ ബിസിനസ് ആണ്. ഞാൻ ആൾക്കാരിനെ കോൺഫിഡന്റ് ആയിട്ട് പറയും, എന്റെ ഓഫീസിലെ വായോ. കമ്പനിക്ക് സ്ട്രോങ് ആയിട്ട് ഇത് നോക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രൊഡക്റ്റ് സ്ട്രോങ് ആണ്. കമ്പനിയുടെ പേ ഔട്ട് പ്ലാൻ അടിപൊളി. 5 വർഷം പേ ഔട്ട് പ്ലാൻ നോക്കി. ഒരു ഡിഫോൾട്ട് പ്ലാൻ ഇല്ല, ഒരു ഡിഫോൾട്ട് പേ ഔട്ട് ഇല്ല. 100% ടൈം ടു ടൈം പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കമ്പനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പയോനിയർ ആണ്. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റിലെ പയോനിയർ ആണ്. ഞങ്ങൾ വെള്ളം ബോട്ടിൽ കടയിൽ പോയിട്ട് ചോദിച്ചാലേ ആൾക്കാർ മുംബൈയിലെ എന്താ പറയും? ബിസ്ലറി ബോട്ടിൽ പറയും. പക്ഷെ കടക്കാരൻ എന്താ കൊടുക്കും? അക്വാഫിന ഇല്ലെങ്കിൽ വേറെ വേറെ കുപ്പി കൊടുക്കും. പക്ഷെ ചോദിക്കുന്ന കസ്റ്റമർ എന്താ ചോദിക്കും? ബിസ്ലറി ചോദിക്കും. സെയിം വേ നമ്മൾ കടയിൽ പോയിട്ട് ഫോട്ടോ കോപ്പിക്ക് വേണ്ടി ഞങ്ങൾ പറയും ഓക്കെ, ഞങ്ങൾ കടയിൽ പോയിട്ട് ജെറോക്സ് പറയും. ജെറോക്സ് ഇത് ഒരു ബ്രാൻഡിന്റെ പേരാണ്. നമുക്ക് എന്താ വേണം? ഫോട്ടോ കോപ്പി വേണം. സിമിലർലി നമ്മളുടെ ബിസിനസ്സിലെ ബയോമാഗ്നറ്റിക് തെറാപ്പിയിലെ ഈ ബയോട്ടോറിയം ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ബാക്കി കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു മാർക്കറ്റിലെ. കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇനി വരും. നമുക്ക് നമ്മളുടെ ഒറിജിനൽ ആണ് എങ്കിലാണ് ഈ ബയോട്ടോറിയം ബയോമാഗ്നറ്റിക് മാട്രസ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയിലെ നമ്മളുടെ കമ്പനിയാണ്. നമ്മളുടെ സക്സസ് കണ്ടിട്ട് കുറെ ചെറിയ ചെറിയ കമ്പനി വന്നു. പക്ഷെ മമ്മൂട്ടിയാവും. മമ്മൂട്ടിയുടെ കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു മാർക്കറ്റില്. മോഹൻലാലിന്റെ കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു. അത് നടക്കില്ല. മനസ്സിലായ? കുറച്ച് കഴിഞ്ഞിട്ട് ഫേസിൽ വരും. ഇത് കുറച്ച് ഒരു സ്ട്രീറ്റ് ആക്ടർ, ഒരു ഫിലിം ആക്ടർ, സൂപ്പർ സ്റ്റാർ ആക്ടർ കമ്പയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായ? സോ ഇത് ഡിഫറൻസ് മനസ്സിലാക്കണം. ക്വാളിറ്റി ഉണ്ടാവും. മനസ്സിലായ? സോ എല്ലാവർക്കും ഞാൻ പറയും, വിശ്വാസമായിട്ട് നമുക്ക് കൊണ്ടുവന്ന ആൾക്കാരുടെ കൈ പിടിക്ക്. പക്ഷെ ആൾ നോക്കിയിട്ട് ലീഡർ പിടിച്ചിട്ട് പോയിക്കോ. ലീഡർ ചാടി പോകുന്ന ലീഡർ ഉണ്ടാവുക എങ്ങനെ പോകണ്ട. കാരണം നമ്മളുടെ കരിയർ നാശവും.
ഇത് നമ്മളുടെ വിശ്വാസത്തിലെ ആൾക്കാർ ഇവിടെ നമുക്ക് കണ്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ട് നമ്മളുടെ ഫേസ് വാല്യൂ ആണ്. നമ്മളുടെ ആൾക്കാർ വന്നു കമ്പനി കണ്ടിട്ടില്ല, നമ്മളുടെ ഫേസ് കണ്ടിട്ട് വന്നിട്ടുണ്ട്. സോ ആൾക്കാരിക്കോ കൈ പിടിച്ചിട്ട് സക്സസ് ആവാൻ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, വിത്ത് ദിസ് ഞാൻ എന്റെ ഇവിടെ ഫിനിഷ് ആക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാം. നല്ല ചോയ്സ് ആണ്, നല്ല കമ്പനി, നല്ല MD, നല്ല ലീഡേഴ്സ് ആണ്. ഇപ്പോ കേരള നോക്കുന്ന ആളാണ്. നമ്മളുടെ 10 മാസത്തിലെ റെക്കോർഡ് പൊട്ടിച്ചു ലീഡറാണ് മനോജ് മുരളീധരൻ സാർ. 10 monthsലെ കോടീശ്വരനായി. പക്ഷേ ഞാൻ പറയും, ഇത് കോടി നോക്കണ്ട, മനുഷ്യൻ നോക്കിക്കോ, ക്യാരക്ടർ നോക്കിക്കോ. എന്ത് പ്രശ്നം വന്നാലേ ബിസിനസ് ഗ്രാഫിലെ മുകളിലെ പോ താഴെ പോ, മുകളിലെ പോ താഴെ പോ, പക്ഷെ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും സപ്പോർട്ട് വേണ്ടി. പ്ലസ് പോയിന്റ് ഉണ്ട്, ഹിന്ദി ഭാഷ അറിയും, നമുക്ക് ടെൻഷൻ കുറവാ. ഡയറക്റ്റ് കമ്പനി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എല്ലാവർക്കും കേരളക്ക് നന്നായി നോക്കും. ഇപ്പൊ കേരളയിലെ ഓഫീസ് വന്നിട്ടുണ്ട്, ഈ ബയോട്ടോറിയമിന്റെ പുതിയ ഓഫീസായി. ഓക്കെ, സോ നല്ല സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറെ സെമിനാർ സ്ഥലം ഉണ്ടാവും. സോ എന്തൊക്കെ പ്രശ്നമുണ്ടാവും, മനോജ് സാറായിട്ട് ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കും. ഇവിടെ പുതിയ കോർ ലീഡേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറെ കോടീശ്വരൻ ഈ വർഷം നോക്കാം. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. വെൽക്കം.